ലിജീഷിലേക്ക് പോയാണ്. ശ്രീ ലിജീഷ്, ഇത്തരത്തിൽ പോലീസിനെതിരെ അവിടെ ഒരു വലിയ പരാതി അവിടെ വന്നവരും ഉയർത്തുന്നുണ്ടായിരുന്നു. അതായത് പോലീസ് അവിടെ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത് എന്ന് സമീപവാസികളെന്ന് പറയുന്ന ആളുകൾ, സമരത്തിനിറങ്ങിയവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചൂലെടുത്തുള്ള സമരത്തിന് ശേഷം നിങ്ങൾ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒന്നിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഈ സമരത്തിന്റെ അവിടുത്തെ ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആണല്ലോ താങ്കൾ. എന്താണ് ഈ സമരത്തെക്കുറിച്ച് പറയാനുള്ളത്? അവിടുത്തെ ആ ബീച്ചിനെ കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇല്ല, ഇതിനകത്ത് കേൾക്കാമല്ലോ? കേൾക്കാമോ? കേൾക്കാം ലിജീഷ്, പറഞ്ഞോളൂ. ഇതിനകത്ത് കോഴിക്കോട് ബീച്ചിനെ പറ്റി കേരളത്തിലുള്ള ഒരുവിധ ആളുകൾക്കെല്ലാം അറിയുന്നതാണ്. ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട്. കോഴിക്കോട് രാവിലെ വൈകിട്ടായാലും ഉച്ചക്കായാലും രാത്രിയായാലും എല്ലാം ആപാലവിധം ആളുകൾ വന്നിരിക്കുകയും നിരവധിയായ പരിപാടികൾ അവിടെ നടക്കാറുണ്ട്. അതെല്ലാം ആസ്വദിക്കുകയും അതുപോലെ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പൊതു ഇടമാണ്. കഴിഞ്ഞ ദിവസമാണ് കോനാട് ബീച്ചിനകത്ത് ഇവിടെ മഹിളാ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന തീർത്തും അപരിചിതമായ കാരണവശാലും അംഗീകരിക്കാത്ത ഒരു സമരമുറ അവിടെ പ്രയോഗിച്ചു. അവിടെ വന്നിരിക്കുന്ന ആളുകളെടുത്ത് ചൂലുമായി ഇറങ്ങി അവരെ അടിച്ചു പൊട്ടിക്കുകയാണ്. എന്നിട്ട് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ കേരളത്തിലായാലും അല്ലെങ്കിൽ പുറത്ത് RSSും BJPയും അതുപോലെ ശ്രീരാമസേന അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതായത് അവർ തെട്ടൂരം ഇറക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ഇരിക്കാൻ പാടില്ല, 6 മണിക്ക് ശേഷം അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉത്തരേന്ത്യൻ നാടുകൾക്കകത്ത് ഉൾപ്പെടെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളം പോലെ ഒരു പ്രബുദ്ധമായ സമൂഹത്തിനകത്ത് വന്ന് ഇത്തരത്തിലുള്ള ഒരു സമരമാർഗം സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് പിറ്റേന്ന് തന്നെ വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സമരം അവിടെ ഏറ്റെടുത്തിരുന്നു. അവിടെ ഈ പാട്ടും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാമായി ആ രൂപത്തിലുള്ള സമരം ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, പോലീസ് നിഷ്ക്രിയമായി എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. പോലീസിനടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ആരെങ്കിലും പരാതിപ്പെട്ടിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോശം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായി കണ്ടാൽ ഇതിനകത്ത് ഇവിടെ ഒരു നിയമ സംവിധാനം ഇല്ലേ? അവിടെ പരാതിപ്പെടാലോ. ഇവരുടെ അഭിമുഖത്തിൽ തന്നെ കണ്ടു 2 വർഷത്തോളമായി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതെയും അതുപോലുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യാതിരുന്നത്? അപ്പൊ ഇതിനകത്ത് അതൊന്നുമല്ല വിഷയം, ഇവരുടെ മാനസികാവസ്ഥയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവർ ചൂലെടുത്തിറങ്ങി. ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. തീർത്തും അപരിഷ്കൃതമായ ഒരു സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് പുലർത്തുന്നവർക്ക് മാത്രമാണ് ആ സമീപനം സ്വീകരിക്കാൻ കഴിയുക. അതാണ് അവർ സ്വീകരിച്ചത്. അതിനെതിരായി വലിയ പ്രതിഷേധം കോഴിക്കോട് ജില്ലക്കകത്തും കേരളത്തിനകത്തും ഉയർന്നു വന്നിട്ടുണ്ട്.